എല്ലാവർക്കും ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഈ JJ വിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ ഞായറാഴ്ചകളിലും മിടുമിടുക്കന്മാരാവാൻ ഈ വലിയ ആൾക്കാരല്ല ഒക്കെ നമ്മളാണ്. നമ്മൾ കണ്ടക്ട് ചെയ്യാം, നമ്മൾ പറയാം, നമ്മൾ വളരാം. കയറുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് എല്ലാവരും കൈയടിക്കുന്നവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ പരിപാടിക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യത്തിലും കൺഫ്യൂഷൻ ഇല്ല. പിന്നെ എന്ത് പറയണം, ഒരു മടിയുണ്ട് ഉള്ളിൽ. ഇത് എല്ലാവരും ചെറിയ കുട്ടികളല്ലേ. എന്റെ ഞാനിപ്പോ വലിയൊരാൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ആ മടിയാണെന്നുണ്ടെങ്കിൽ മടിക്കേണ്ട ആവശ്യമില്ല. ഇത് ക്രിഞ്ചും അല്ല മോറാവില്ല. കാരണം എന്താ, അതിന് എന്തുകൂടി വേണം, ആ അപ്പിയറൻസും ആ സ്റ്റേക്ക് ഓഫ്. അതുപോലെ ഫസൽ സാർ എല്ലാവർക്കും അവിടെ ചെറിയ ബിയവും മതി ഒരാളെ ജീവൻ പോകും. അപ്പൊ അത്രക്കും ശ്രദ്ധിച്ചാണ് അവർ. അതാണ് കുറച്ചുകൂടി റെസ്പെക്ടബിൾ വേർഡ്. ആരായിരുന്നു ആ ഫ്രീഡം ഫൈറ്റർ ആയിട്ടുള്ള ഡോക്ടർ ആയിട്ടുള്ള ആളാരായിരുന്നു? അവരുടെ വിലപ്പെട്ട സമയങ്ങളിൽ ചെലവഴിച്ചിട്ട് നമുക്ക് വേണ്ടി നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കണ്ടന്റിൽ ചെറുതായിട്ടൊരു കാര്യത്തിലും അനുഭവപ്പെടുന്നില്ലേ? അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ദിവസം ഏത് രോഗം വന്നാലും ഡോക്ടറെ എടുത്താലാണ് പോവുക. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ട് നമ്മൾ നേടിയെടുക്കുന്ന ഒരു ഇതാണ് നീറ്റ് എക്സാം. നമ്മൾ ക്വാളിഫൈ ആണ്. നമ്മളെ തകർക്കാൻ വന്ന ഒരു രോഗത്തെ കീഴ്പ്പെടുത്താൻ വരുന്ന ഒരു മാലാകമാരായിട്ടും അതിന് നമുക്ക് ധൈര്യം തരുന്ന കുറച്ച് ആൾക്കാരായിട്ടാണ് ഡോക്ടേഴ്സിന് എനിക്ക് തോന്നിയിട്ടുള്ള ഇലക്ട്രോണിക്സിനായിട്ടുള്ള വിശ്വാസം. നമുക്കും നമ്മുടെ കുടുംബത്തിനും എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം. ഇനി ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. സമൂഹത്തിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ലോകത്തിലെ ഒരു ഹീറോ ആണ്. എന്നാലും ഒരു ദേഷ്യം കൂടാതെ പോകും. എന്നിട്ട് അപ്പൊ നല്ല ക്ഷമയോടെ വർക്ക് ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ കിടന്നുറങ്ങാണ്. അപ്പൊ ഡോക്ടർ അടി ഒരു അടിയിട്ടാ കണ്ടിരുന്നു. ആ കേരള ടീച്ചറിന്റെ ഭയങ്കര ചർച്ച കഴിവുകൂടെ ആയി പാടി വർഷം കഴിഞ്ഞു. ഓടിയിൽ ഒരു കുട്ടി ക്രോസ് ആയിട്ട് വന്ന് ഞാൻ കല്ലുമ്മൽ നടന്ന് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളൂ. ബട്ട് ഈ കുട്ടി ക്രോസ് ആയിട്ട് കയറിയിട്ട് ഞാനും വീണു. ആ മൈക്കെടുത്ത ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് ഡേ. വലിയൊരു അഭിമാനം പോലെ തോന്നി. ഒരു പുതിയ കുട്ടികൾക്ക് നന്നായി ഇമ്പ്രൂവ്മെന്റ് വരുന്നറിയാം. വലിയ വന്ന സമയത്ത് എനിക്ക് തന്നെ പ്രോബ്ലം എന്താ എനിക്ക് ഇങ്ങനെയൊക്കെ പറയണ്ടല്ലോ. കാരണം ഫസ്റ്റ് ഞാനൊക്കെ ഫസ്റ്റ് എന്റെ പേര് ചോദിച്ചോ പേര് പോലും എനിക്ക് പറയാൻ കഴിയില്ല. അത്രയും ഒരു ബുദ്ധിമുട്ടേ ഇനി അടുത്തതാണ് മറ്റൊരാൾ കൂടി അവസരം. ഈ ഒരു പരിപാടി യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. ആൻഡ് ഇനിയുള്ള പരിപാടിയിലും എല്ലാവരും ഇതേമാതിരി ആക്റ്റീവായിട്ട് നിൽക്കുക.